നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്രയൊക്കെ ഡിറ്റർമിൻഡ് ആയിട്ട് ഒരു ബുക്ക് വായിക്കാൻ എടുത്താലും 2-3 പേജസ് കഴിയുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് ബുക്ക് വായന അല്ലാതെ മറ്റു പല കാര്യങ്ങളിലോട്ടും പോകും. എത്രയൊക്കെ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോഴാ നമുക്ക് അങ്ങോട്ട് വായിച്ചു പോകാൻ പറ്റാതെ നമ്മൾ അറിയാതെ നമ്മുടെ കൈകൾ നേരെ ഫോണിലോട്ട് പോകും. അരമണിക്കൂർ കഴിഞ്ഞാലും അപ്പോഴും നമ്മൾ ആദ്യം തുടങ്ങിയ പേജിൽ തന്നെ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ബുക്ക് വായനയിൽ മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയായി മാറിയിരിക്കുകയാണ്. ബട്ട് ഡോണ്ട് വറി, ഈ പറയുന്ന ഫോക്കസ് ഒക്കെ കുറച്ച് ടിപ്സ് അപ്ലൈ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ ഹൈപ്പർ ഫോക്കസ് എന്ന ബുക്കിലൂടെ ഞാൻ മനസ്സിലാക്കിയ 7 പ്രാക്ടിക്കൽ ടെക്നിക്സ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ 7 ടെക്നിക്സും അപ്ലൈ ചെയ്ത് നിങ്ങൾ ബുക്ക് വായന തുടങ്ങിയാലും ഉറപ്പായിട്ടും ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ബുക്ക് വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി വായന നല്ലപോലെ എൻജോയ് ചെയ്യാനും പറ്റും. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. ബുക്ക് സമ്മറീസ്, ബുക്ക് റിവ്യൂസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ചാനലാണ്. അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. So let's start. 7 tips on how to better focus on reading a book. Number 1, put your phone out of sight. ഒരു ബുക്ക് എടുത്ത് ഫോക്കസോടുകൂടി ഇരുന്ന് വായിക്കണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോണ് നമ്മുടെ കൺവട്ടത്തു നിന്നും മാറ്റി വെക്കുക. ബെറ്റർ നമ്മൾ ഇരിക്കുന്ന മുറിയിൽ വയ്ക്കാതിരിക്കുക. നമുക്ക് ഇത്തിരി റെസിസ്റ്റൻസ് ഉള്ള ടാസ്ക് ചെയ്യുമ്പോൾ പോലും നമ്മുടെ മൈൻഡ് ഓടിപ്പോയി എന്തെങ്കിലും ഈസി പണികൾ ഉണ്ടോ എന്ന് നോക്കും. ബുക്ക് റീഡിംഗ് ചിലർക്ക് ചിലപ്പോൾ നല്ല റെസിസ്റ്റൻസ് ഉള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും. പക്ഷെ നമ്മുടെ ഫോണ് അതിലൂടെ ലഭിക്കുന്ന ബൈറ്റ് സൈസ്ഡ്, അൺലിമിറ്റഡ് ആൻഡ് അട്രാക്റ്റീവ് ഇൻഫർമേഷൻ, ഇതൊക്കെ നമ്മുടെ മൈൻഡിന് നല്ല ഈസി ആയി തോന്നിയിട്ട് വേഗം തന്നെ നമ്മുടെ കൈകൾ ഫോണിലോട്ട് പോകും. ഇവിടെ ഫസ്റ്റ് നമുക്ക് ആ ടെംപ്ടേഷൻ ആണ് മാറ്റാൻ നോക്കേണ്ടത്. കുറച്ചു നേരം ഫോൺ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ആദ്യമൊക്കെ ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ആകാൻ നല്ല പണിയുണ്ടാവും. ബട്ട് നമ്മുടെ ബ്രെയിന് അതൊക്കെ പതുക്കെ പുതിയ ശീലങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടോളും. ഡോണ്ട് വറി. നമ്പർ 2, മൈൻഡ് യുവർ എൻവയൺമെന്റ്. നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ഡിസ്ട്രാക്ട് ആകാനുള്ള അടുത്തൊരു റീസൺ ആണ് നമ്മുടെ എൻവയൺമെന്റ്. ഫോർ എക്സാമ്പിൾ, TV ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത പരിപാടി ആണെങ്കിലും അവിടുത്തെ സോഫയിൽ ഇരുന്ന് ബുക്ക് വായിക്കാൻ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെയാണ് നിറയെ ആളുകളുള്ള സ്ഥലങ്ങൾ. ഇങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ ടെക്നിക്സ് ട്രൈ ചെയ്താലും ഫോക്കസ് മാത്രം കിട്ടില്ല. അതുപോലെ ചിലർക്ക് മേ ബി വായനയുടെ ബിഗിനർ സ്റ്റേജിലുള്ളപ്പോൾ ചിലപ്പോൾ ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉറക്കം വരും. അങ്ങനെയുള്ള ആള് ബുക്ക് വായിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന സ്ഥലം ബെഡ്റൂം ആണെങ്കിലോ പിന്നെ വായനയുടെ കാര്യം എന്താവും എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ എൻവയൺമെന്റ് നമ്മുടെ റീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ കുറവുള്ള ഒരു സൈലന്റ് പ്ലേസ് കണ്ടുപിടിക്കുക. ബുക്ക് വായനയിൽ ഫോക്കസ് കൊണ്ടുവരാനായിട്ട് എൻവയൺമെന്റിന് വലിയൊരു റോൾ ഉണ്ട്. നമ്പർ 3, മേക്ക് എ ഡിസ്ട്രാക്ഷൻ ലിസ്റ്റ്. ഈ പറഞ്ഞ 2 കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒരുവിധം കുറച്ചിട്ട് നല്ലൊരു കാം എൻവയൺമെന്റ് ചൂസ് ചെയ്താലും നമ്മുടെ ഫോക്കസിനെ കവർന്നെടുക്കാൻ കുറച്ച് ഇന്റേണൽ ഡിസ്ട്രാക്ഷൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതിന്റെ ലാസ്റ്റ് ഡേറ്റ് അടുത്ത ആഴ്ചയാണ്, ചെടി നനയ്ക്കാനുണ്ട്, കാറിൽ പെട്രോൾ അടിക്കണം, മഴ വരുമോ, ഉണക്കാനിട്ട തുണിയൊക്കെ എടുക്കണോ, ഇങ്ങനെ ചെറുതും വലുതുമായ കുറെ ഇന്റേണൽ ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ മൈൻഡിലോട്ട് കയറി വരും. ഇതൊക്കെ ചിലപ്പോൾ അത്ര കാര്യമായി തോന്നിയില്ലെങ്കിലും വായനയുടെ ഫോക്കസ് കളയാൻ ഈ ചെറിയ ചിന്തകൾക്ക് സാധിക്കും. ഈ ഒരു ചലഞ്ച് മറികടക്കാൻ ഒരു ചെറിയ നോട്ട്ബുക്ക് കൂടി എടുത്തിട്ട് ബുക്ക് വായിക്കാനായിട്ട് ഇരിക്കുക. ഇങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഡിസ്ട്രാക്ഷൻ ലിസ്റ്റ് ആയിട്ട് ഷോർട്ട് ഫോമിൽ എഴുതി പോവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ മിസ്സാക്കില്ല. അതുപോലെ മൈൻഡിൽ വരുന്ന ചിന്തകളൊക്കെ ഒരു ലിസ്റ്റിലുണ്ട്, എനിക്കത് പിന്നീട് റീവിസിറ്റ് ചെയ്ത് ടേക്ക് കെയർ ചെയ്യാം എന്നൊരു വിശ്വാസം വരുമ്പോൾ ഫോക്കസ് വേഗം തന്നെ ബുക്ക് വായനയിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. നമ്പർ 4, ക്വസ്റ്റ്യൻ വെദർ ദിസ് ബുക്ക് ഈസ് വർത്ത് കൺസ്യൂമിങ് അറ്റ് ഓൾ. ഒരു ശീലത്തിന്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ആവശ്യമുണ്ടോ ഓർ നമുക്ക് യൂസ്ഫുൾ ആണോ എന്നൊന്നും നമ്മൾ ചിന്തിച്ച് നോക്കാറില്ല. സോഷ്യൽ മീഡിയ, TV ന്യൂസ്, ഇതിലൂടെ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ബുക്സിലൂടെ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് വേർത്തി ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. ഒരു യൂട്യൂബ് വീഡിയോ, ഇൻസ്റ്റാഗ്രാം റീല്, TV ന്യൂസ് ഇതൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെന്ന് നമുക്ക് തോന്നാം. ബട്ട് റിയാലിറ്റിയിൽ ഇതൊന്നും ഫ്രീ അല്ല. നമ്മുടെ സമയവും അറ്റൻഷനും ആണ് നമ്മൾ അതൊക്കെ കാണാനായിട്ട് കൊടുക്കുന്ന വില. അതുപോലെ തന്നെ ഏത് ബുക്ക് വായിക്കാൻ എടുത്താലും എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ബുക്ക് വായിക്കുന്നത്, എന്ത് ബെനിഫിറ്റ് ആണ് ഞാൻ ഈ ബുക്കിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ചെറിയൊരു റിസർച്ച് ചെയ്തിട്ട് ബുക്ക് ചൂസ് ചെയ്യുക. ഇനി ഈ ബുക്ക് നല്ലതാണെന്ന് കുറെ റിവ്യൂസിലൊക്കെ കണ്ടു എന്നൊക്കെ വെച്ച് ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങിയാലും ചിലപ്പോൾ അത് നമ്മൾ ഇപ്പോഴുള്ള സിറ്റുവേഷന് റെസനേറ്റ് ആകണമെന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് അറ്റൻഷൻ. എടുത്ത ബുക്ക് എന്തായാലും വായിച്ചു തീർക്കുമെന്ന് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് മിക്കപ്പോഴും വായനയിലെ ഫോക്കസ് പോയിട്ട് ഒരു നെയിം സേക്കിന് വേണ്ടിയിട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 5, ഗ്രാബ് എ പെൻ ഓർ ഹൈലൈറ്റർ. ഒരു ബുക്ക് വായിക്കുമ്പോൾ 2 രീതിയിൽ ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യാം. ഒന്നാമത് ആക്റ്റീവ്, രണ്ടാമത് പാസീവ്.
ചുമ്മാ ഒരു ബുക്ക് എടുക്കുന്നു, വായിച്ചു പോകുന്നു, അത് കഴിഞ്ഞതും അടുത്തതെടുത്ത് വായിക്കുന്നു എന്നാകുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എന്താണ് നമ്മൾ വായിച്ചത് എന്നൊന്നും നമുക്ക് ഓർക്കാനായിട്ട് പറ്റില്ല. ഇതാണ് പാസീവ് മെത്തേഡ്. നേരെ മറിച്ച് ആക്റ്റീവ് മെത്തേഡിൽ എന്താണ് വായിക്കുന്നത് എന്ന് നന്നായി മനസ്സിലാക്കി വായിക്കുക, നിങ്ങളുടേതായ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുക, നോട്ട്സ് എടുക്കുക, പറ്റുമെങ്കിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് അതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റൊരാളോട് പറയുക. ഇനി ആരും അടുത്ത് ഇല്ലെങ്കിൽ സ്വന്തമായി പറഞ്ഞും നോക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ വായിച്ചു തീരുന്ന ബുക്സിന്റെ എണ്ണം ചിലപ്പോൾ കുറവായിരിക്കാം, ബട്ട് അതിലൂടെ നേടിയ അറിവ് കൂടുതലായിരിക്കും. അത് ലൈഫിൽ അപ്ലൈയും കൂടി ചെയ്താൽ പിന്നെ സൂപ്പറായി. ഈ ഒരു മെത്തേഡും നമ്മുടെ വായനയിലെ ഫോക്കസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്പർ 6, വെൻ യു നോട്ടീസ് യുവർ ഫോക്കസ് വേവറിംഗ്, സ്റ്റെപ്പ് ബാക്ക്. ഇനി പല ടെക്നിക്സും അപ്ലൈ ചെയ്ത് വായനയിൽ ഫോക്കസ് ഒക്കെ കിട്ടി തുടങ്ങി കൂടുതൽ ടൈം ബുക്കുമായിട്ടൊക്കെ ചിലവാക്കാൻ പറ്റിയാലും സ്റ്റിൽ നമ്മൾ മനുഷ്യരല്ലേ, ഒരു പോയിന്റിൽ ഫോക്കസ് മാറാം. അപ്പോഴാണ് ബുക്കിലെ വാക്കുകളിൽ നിന്നും ശ്രദ്ധ നമ്മുടെ ചിന്തകളിലോട്ട് മാറുന്നത്. ഇത് നോർമലാണ്. ഇതിനെ പിടിച്ച് റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. മാത്രമല്ല അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നെഗറ്റീവായിട്ട് മാറിയേക്കാം. സോ ഇങ്ങനെ നമ്മുടെ ഫോക്കസ് മാറി തുടങ്ങി എന്ന് മനസ്സിലായാലും സ്റ്റെപ്പ് ബാക്ക് ഫ്രം റീഡിങ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. എന്നിട്ട് കുറച്ച് സമയം മൈൻഡ്ലെസ് ആയ കാര്യങ്ങൾ ചെയ്യുക. ലൈക്ക് പാത്രം കഴുകി വെക്കുന്നത്, വീട് ക്ലീൻ ആക്കുന്നത്, ചെടി നനയ്ക്കുന്നത്, ചുമ്മാ മുറ്റത്തോ ബാൽക്കണിയിലോ ഒക്കെ പോയി നിൽക്കുന്നത്. ഇത് കുറച്ചു നേരം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അറ്റൻഷൻ ഫുൾ ആയിട്ട് റീചാർജ് ആവും. അപ്പോൾ നല്ല ഫ്രഷ് മൈൻഡുമായിട്ട് ബുക്കിലോട്ട് തിരിച്ചു വരാവുന്നതാണ്. നമ്പർ 7, ട്രൈ ടു അവോയ്ഡ് കൺസ്യൂമിങ് ഷോർട്ട് ഫോം കണ്ടന്റ്. കുറച്ചു നേരം ബുക്ക് വായിക്കുമ്പോൾ തന്നെ ഫോക്കസ് പോകുന്നു, ഓർ ബുക്ക് എടുത്ത് വായിക്കാനേ തോന്നുന്നില്ലെങ്കിൽ അതിന്റെ റൂട്ട് കോസിനെ നമുക്ക് കണ്ടുപിടിച്ച് അത് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നതാണ് ഇവിടെ പ്രോബ്ലം. അതിന്റെ റൂട്ട് കോസ് ആണ് ഷോർട്ട് ഫോം കണ്ടന്റ്സ് ലൈക്ക് യൂട്യൂബ് ഷോർട്സ് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് റീൽസ്. 30 സെക്കൻഡ് 10 സെക്കൻഡ് ഒക്കെയുള്ള കണ്ടന്റ് സ്ക്രോൾ ചെയ്ത് നിർത്താതെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ ഒരു സുഖമൊക്കെ തോന്നിയാലും ബാക്ക്ഗ്രൗണ്ടിൽ അത് നമ്മുടെ അറ്റൻഷൻ സ്പാനിനെ കുറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ക്ഷമയോടെ ഇരുന്ന് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ലൈക്ക് ബുക്ക് റീഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റാത്തത്. ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് സോഷ്യൽ മീഡിയയിൽ സമയം ചിലവാക്കുമ്പോൾ കഴിയുന്നതും ഷോർട്ട് ഫോം കണ്ടന്റ് ഒഴിവാക്കിയിട്ട് ലോങ് ഫോം കണ്ടന്റ് തന്നെ കാണുക. അതും നല്ലൊരു ബെസ്റ്റ് അപ്രോച്ച് എന്താണെന്നാൽ ജസ്റ്റ് യൂട്യൂബ് എടുത്തിട്ട് ഹോം പേജ് സ്ക്രോൾ ചെയ്ത് യൂട്യൂബ് അൽഗോരിതം നമുക്കായിട്ട് ഡിസൈഡ് ചെയ്ത് വെച്ച വീഡിയോസ് കാണാതെ നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് സെർച്ച് ചെയ്ത് കാണുക. ഓർ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയ ചാനൽസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ വരുന്ന കണ്ടന്റ് നോക്കി നല്ലതാണ് കാണാമെന്ന് തോന്നിയാൽ മാത്രം കാണുക. ഇങ്ങനെ ചൂസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ മൈൻഡ്ഫുൾ ആയിട്ട് ചിലവാക്കുന്ന സമയം മിക്കപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആകുന്നതായിരിക്കും. ലോങ് ഫോം കണ്ടന്റ് ക്ഷമയോടെ ഇരുന്ന് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കൂടും. അപ്പോൾ ബുക്ക് വായിക്കാൻ ഇരിക്കുമ്പോൾ അതിൽ നല്ലപോലെ ഫോക്കസ് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ബുക്ക് വായനയിൽ ഫോക്കസ് കൊണ്ടുവരാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട 7 ടിപ്സ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.